നിങ്ങളൊന്ന് വിശ്വസിക്കൂല, ഒരു 100 പീസൊക്കെ ഞാൻ ഒരു ദിവസം സ്റ്റിച്ച് ചെയ്യുമായിരുന്നു, നൈറ്റി കട്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്യുമായിരുന്നു. അല്ല, എന്നെ അറിയാന്നുള്ള എന്റെ പഴയ കസ്റ്റമറിന് എല്ലാവർക്കും അറിയാം. പിന്നെ കല്യാണം കഴിഞ്ഞു. കല്യാണം കഴിയുന്ന ഒരു മുസ്ലിം ഫാമിലിയും കൂടെ ആയതുകൊണ്ട് 17-18 വയസ്സായപ്പോൾ 18 ആയപ്പോ അനുവായി. അന്നേ ഞാൻ സ്റ്റിച്ച് ചെയ്യും. ഞാൻ അങ്ങനെ ബേസിക് ആയിട്ടൊന്നും പഠിച്ചിട്ടില്ല, പക്ഷെ എനിക്ക് കാണുന്നതെല്ലാം ചെയ്തു നോക്കണം. അത് ഇപ്പോഴും ഉണ്ട്. അതിന് വേണ്ടി രാവും പകലൊന്നും ഇല്ല, ടൈം പോലും ഇല്ല. ഇപ്പോഴാണെങ്കിലും രാത്രി 2 മണി 3 മണി വരെ അത് ഞാൻ ഇപ്പോഴും ചെയ്തു നോക്കും. അപ്പൊ എപ്പോഴും എന്നെ വഴക്കുറയും, ഉമ്മ എന്തിനാണ് അങ്ങനെ ഇരിക്കുന്നത്. അപ്പൊ ഞാൻ ഉദ്ദേശിക്കുന്നിടത്ത് അവിടെ എത്തണം. അപ്പോഴേ എനിക്ക് എന്റെ സ്റ്റാഫിന് പറഞ്ഞു കൊടുക്കാൻ പറ്റുള്ളൂ. അവർ ഇന്നതിനൊക്കെ ചെയ്യണമെന്ന്. നമുക്ക് അറിഞ്ഞുകൂടാതെ ഒരു കാര്യം നമ്മളുടെ സ്റ്റാഫിന്റെ അടുത്ത് പറഞ്ഞിട്ട് അവർ ചോദിക്കില്ല, ഇത് നിങ്ങൾക്ക് എന്തറിയാം ഇത് പറയാൻ. പക്ഷെ എന്റെ സ്റ്റാഫ് അതുകൊണ്ട് ആരും എന്റെ അടുത്ത് അങ്ങനെ ചോദിക്കാറില്ല. ഇല്ല. ഈ നമ്മള് ഇപ്പൊ അങ്ങനെ ഒന്ന് ആക്റ്റീവായിട്ട് വന്നോണ്ടിരിക്കുമ്പോ നമ്മള് സ്വന്തമായിട്ടൊരു ഷോപ്പ് എന്ന് പറഞ്ഞ ഇതിലേക്ക് എത്തിയത് എപ്പോഴാണ്? ഇല്ല, ഷോപ്പിന് മുന്നേ തന്നെ എനിക്ക് ബിസിനസ് ഉണ്ടായിരുന്നു. എന്റെ കല്യാണം കഴിഞ്ഞ് പോയി ഞാനും ഒക്കെ ആയി. പെട്ടെന്ന് ഞാൻ അനുവായി, 1 ഇയറിനകത്ത് അനുവായി. അപ്പൊ അനുവിനുള്ള കുഞ്ഞുടുപ്പ് വരെ ഞാനാണ് സ്റ്റിച്ച് ചെയ്തിട്ട് കൊടുത്തത്. ഫസ്റ്റ് ഡ്രസ് ഉമ്മയുടെ കയ്യിൽ അത്. പക്ഷേ ഒരു കാര്യമുണ്ട്, ഞാൻ ഇപ്പൊ ഉമ്മ സ്റ്റിച്ച് ചെയ്തെന്ന് പറഞ്ഞാൽ ഞാൻ എൻ്റെ ആ ഒരു ജനിച്ചപ്പോ തൊട്ട് ഞാൻ ഒരു എനിക്ക് തോന്നുന്നു 12th വരെയും ഉമ്മ സ്റ്റിച്ച് ചെയ്ത ഡ്രസ്സ് മാത്രമേ ഞാൻ ഇട്ടിട്ടുള്ളൂ. അത് കഴിഞ്ഞിട്ടാണ് നമ്മുടെ വർക്കേഴ്സ് ഒക്കെ നോർത്ത് ഇന്ത്യൻ സ്റ്റാഫ്സ് ഒക്കെ ആയിട്ടാണ് പിന്നെ അവർ സ്റ്റിച്ച് ചെയ്യുന്ന ഡ്രസ്സ്. അതുവരെ എനിക്കൊരു പുറത്തു കൊടുത്ത് സ്റ്റിച്ച് ചെയ്യുന്നതോ അതിനെ പറ്റിയിട്ടൊന്നും വലിയ ഐഡിയ ചിന്തിക്കേണ്ട, എനിക്ക് അങ്ങനത്തെ ഒരു കോൺസെപ്റ്റ് അറിയില്ല. കാര്യം ഞാൻ കണ്ടു വളർന്നത് ഡ്രസ്സും ഈ സ്റ്റിച്ചിങ്ങും അതൊക്കെയാണ്. വീട്ടിൽ വെച്ച് ചെറിയൊരു ബിസിനസ് ഉണ്ടായിരുന്നോണ്ട് വീട്ടിലും സെയിൽ ഉണ്ടായിരുന്നു. ചുരിദാർ മെറ്റീരിയൽ നൈറ്റി ഒക്കെ ഞാൻ എടുത്തുകൊണ്ട് വന്ന്